നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത അശോക, കപൂരി, വിനോദേട്ടൻ തുടങ്ങിയ നേതാക്കളെ, മുഴുവൻ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു വലിയ അജണ്ടയായിട്ടാണ്. കാരണം ഇന്ന് താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലോറി മേഖലനെ ഏതെങ്കിലും രീതിയിലൊന്ന് കൈപിടിച്ചുയർത്താൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഒരുപാട് അജണ്ടകൾ ഇവിടെ വായിച്ചു. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഈ അജണ്ടകളെല്ലാം പുറത്തുള്ള ആദ്യം കയറി നിൽക്കുക. ഈ അജണ്ടകളെല്ലാം തന്നെ ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ഈ ഒരു യോഗത്തിൽ മുഖ്യമായിട്ട് എടുക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഓവർലോഡാണ് ഇന്ന് നമ്മളെ വാടകന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും താഴോട്ട് പോകാനുള്ള ഒരു മുഖ്യ കാരണം. അതിനെതിരെ നമ്മുടെ ഈ കമ്മിറ്റി മുഖ്യ അജണ്ട ആയിട്ട് എടുത്തുകൊണ്ട് അതിലൊരു തീരുമാനം എടുക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ വേണം. ആരും തന്നെ ഈ ഓവർലോഡ് എടുത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തടയാനുള്ള ഒരു കഴിവും പ്രാപ്തിയും നേടിയെടുക്കാൻ നമ്മുടെ കമ്മിറ്റിക്ക് കഴിയണം എന്നാണ് ആദ്യമായിട്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്ത് ഈ വയനാട് ചുരത്തിലെ ഉപരോധം, ലോറിക്കാർ ഈ നാടിന് ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നായാലും ചില ചുരം സംരക്ഷണ സമിതി എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആൾക്കാരും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും നടത്തിയേ മതിയാവുള്ളൂ. അത് ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും പരാതി കൊടുത്ത് കോടതികളിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും വേണം. അതുപോലെ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വാടക വർധനവ് കൂടിയേ തീരും. ഈ ഒരു വാടക വർധനവിന്റെ പേരിൽ നമ്മൾ ഓരോ ഇടത്തുമുള്ള കേരളത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ ഈ വാടക വർധനവിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പരിപാടിയും നമ്മുടെ ഈ പ്രസ്ഥാനവും വളരെയേറെ മുന്നോട്ട് പോകും. ഇന്നിപ്പോ ഈ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി വാടക വർദ്ധിക്കാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 3 അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങേണ്ടത് എന്നാണ് ഈ യോഗത്തിലേക്ക് എനിക്ക് ആദ്യമായി ആവശ്യപ്പെടാനുള്ളത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.